ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മളിന്ന് ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിനു മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്ന് മറഞ്ഞു. ഇവിടെ ഈ സുവിശേഷ ഭാഗ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അനന്തമായ ശക്തിയാൽ മറിയം ഗർഭിണിയാവുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ ശക്തി അവളുടെ മേൽ വന്നു നിറയുന്നു. കന്യകയുടെ ഈ ഗർഭധാരണം നമ്മുടെ മുൻപിൽ വച്ചു നീട്ടുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചുള്ള ഒരു പ്രഘോഷണമാണ്. പാപികളായ നമ്മളെ എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടി ഉണ്ണിമിശിഹ കാലിക്കൂട്ടിൽ ജാതനാവുകയാണ്. മനുഷ്യരെല്ലാവരും പാപികളാണ്. എങ്കിലും പാപമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഏദനിൽ ദൈവം ആദിമാതാപിതാക്കളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പാപികളായിരുന്നില്ല. പിന്നീടാണ് പാപാവസ്ഥയിലേക്ക് പ്രവേശിക്കുക. രക്ഷകൻ്റെ തിരുപ്പിറവിയും അതിൻ്റെ ചുറ്റുവട്ടമുള്ള ആഘോഷങ്ങളുമൊക്കെയായി നമ്മൾ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഉണ്ണിമിശിഹ നമുക്ക് തരുന്ന വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് അവിടുന്ന് നമുക്കായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള ആ വലിയ രക്ഷയാണ്. ഇമ്മാനുവേലിന് നമ്മുടെ ഹൃദയത്തിൽ പിറക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നിഷ്കളങ്കവും പരിശുദ്ധവുമായ ഒരു ഹൃദയവും മനസ്സുമൊക്കെ ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മനുഷ്യനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹം. കഴിഞ്ഞ ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് പോയപ്പം കുർബാന കഴിഞ്ഞ് ഉണ്ണീശോയെ എല്ലാവരും ഉമ്മ വയ്ക്കുന്ന ഒരു നിമിഷത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ് എൻ്റെ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു, അമ്മേ, ഉണ്ണീശോ ഏത് ഭാഷയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്? എനിക്ക് ആ ചോദ്യം വളരെ ഹൃദയസ്പർശിയായി തോന്നി. അമ്മ ചിരിച്ചുകൊണ്ട് കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് പുൽക്കൂട്ടിൻ്റെ അരികിലേക്ക് നീങ്ങിപ്പോയി. വാസ്തവത്തിൽ ഞാനും എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ഉണ്ണിമിശിഹ ഈ സമയം നമ്മളോട് സംസാരിക്കുന്ന ഭാഷ എന്താണ്? അവിടുത്തെ ഭാഷ ഒന്നേ ഉള്ളൂ, സ്നേഹം. സ്നേഹം സ്നേഹം മാത്രം. സ്നേഹമായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി കാലിത്തൊഴുത്തിൽ ഭൂജാതനായത്. അപ്പം ഈ ഒരു മനുഷ്യാവതാരം നമ്മുടെ മുൻപിൽ 4 കാര്യങ്ങളാണ് പ്രത്യേകമാംവിധം അവതരിപ്പിക്കുന്നത്. 1, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ എത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവൻ മനുഷ്യാവതാരം പൂണ്ടത്. 2, പാവമംഗലമായ നമ്മളുടെ ഹൃദയങ്ങളെ അവിടുത്തെ പക്കലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. 3, അവിടുത്തെ ദൈവിക ജീവനിൽ നമ്മളെ പങ്കാളികളാക്കുക. 4 ലക്ഷ്യം നിഷ്കളങ്കരും നിർമ്മലരുമായി ജീവിച്ച് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യാവതാരം പൂണ്ട് രക്ഷകൻ നമ്മുടെ ഇടയിലേക്ക് നമ്മളിൽ ഒരുവനായി വന്ന് ജനിച്ചത്.
ഈ തിരുപ്പിറവിയും ആഘോഷവുമൊക്കെ ഈ 4 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ണിമിശിഹായുടെ ഭാഷ സ്നേഹമാണെന്നും നിത്യജീവനാണ്, രക്ഷയാണ് അവിടുന്ന് നമുക്ക് തരാനായിട്ട് ആശിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിന് ഏറെ സന്തോഷവും കുളിർമയും തരുന്ന അനുഭവങ്ങളാണ്. വാസ്തവത്തിൽ ഈ ക്രിസ്മസിൽ നമ്മൾ കാണുന്നത് സ്രഷ്ടാവ് സൃഷ്ടിയായി വന്ന് പിറക്കുകയാണ്. സ്രഷ്ടാവ് സൃഷ്ടിയായി വന്ന് പിറക്കുന്നു, അതും ഒരു മനുഷ്യനായി. എങ്കിലേ നമുക്ക് ആ സ്നേഹത്തിൻ്റെ ഭാഷ തിരിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിൽ ഒരുവനായി അവൻ ജന്മം കൊണ്ടത്. സ്വർഗവും ഭൂമിയുമെല്ലാം സന്ധിച്ച ആ കേന്ദ്രബിന്ദു ബെത്ലഹേമിലെ പുൽക്കൂട്, ഏദനിലെ ഒരു പർദീസായുടെ പുനരാവിഷ്കാരമാണ് ഈ പുൽക്കൂട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഏദനിൽ ഉണ്ടായിരുന്നു പക്ഷികൾ, മൃഗങ്ങൾ, സസ്യലതാദികൾ എല്ലാം. ഈ പുൽക്കൂട്ടിലും നമ്മൾ കാണുകയാണ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു എന്നുള്ളതാണ്. ഏദനിൽ ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം അവിടെ നിന്ന് പടിയിറങ്ങിയെങ്കിൽ ഇവിടെ ഈ ഒരു വലിയ തിരുപ്പിറവിയിലൂടെ കർത്താവിൻ്റെ വലിയ സ്നേഹം വീണ്ടും ഉദയം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുക. ക്രിസ്മസിൻ്റെ പാഠം എന്ന് പറയുമ്പോൾ ഈ പുണ്യദിനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത്, അതല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു തിരുപ്പിറവി നമ്മളിൽ സംജാതമാകുന്നത് എന്നുള്ള ആ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് തരുന്നത് വലിയ സമാധാനമാണ്. അതാണ് ദൂതര് പാടിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് സമാധാനമാണ്. ഇന്ന് കുടുംബങ്ങളെടുത്താലും വ്യക്തികളെ എടുത്താലും സമൂഹത്തിലേക്ക് നോക്കിയാലും സഭയിലേക്കും രാഷ്ട്രത്തിലേക്കും നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പം അസമാധാനത്തിൻ്റെ കാർമേഘങ്ങൾ നമ്മളെ പിടിമുറുക്കുമ്പോൾ നമുക്ക് പുൽക്കൂട്ടിലെ ആ ഒരു സമാധാനത്തിലേക്ക് തിരിയാനായിട്ട് സാധിച്ചുവെങ്കിൽ ഈ ക്രിസ്മസ് വളരെ അന്വർത്ഥമായി. അവിടെ പുൽക്കൂട് നമുക്ക് തരുന്ന ആ വലിയൊരു ആന്തരികമായ സമാധാനം, അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഈശോയും യേശുപിതാവും പരിശുദ്ധ അമ്മയും അവർ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിപ്പിക്കുന്ന ആ വലിയ സമാധാനം, അതാണ് ഈ ക്രിസ്മസിൽ നമുക്ക് ഏറെ ആനന്ദ വിഷയമായിട്ടുള്ള കാര്യം. മനുഷ്യൻ്റെ സകല ബുദ്ധിമുട്ടുകളുടെയും മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളുടെയും മുകളിൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൂതൻ വന്ന് ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുകയാണ്. ഇതാ നമ്മളൊക്കെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഒരു വലിയ സദ്വാർത്ത. വിദേശ നാടുകളിലൊക്കെ പോകുമ്പം മഞ്ഞ് പെയ്ത് ഇറങ്ങുന്നത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എത്ര വലിയ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഇതാ മനുഷ്യൻ്റെ, എൻ്റെ, നിങ്ങളുടെ മുഴുവൻ പാപത്തിൻ്റെയും മുകളിൽ മഞ്ഞുപോലെ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വന്ന ആ വലിയ സ്നേഹത്തിൻ്റെ സദ്വാർത്തയാണ് ഈ പിറവി തിരുനാളിൽ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. പിന്നെ ഈ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു നേർക്കാഴ്ചയുണ്ട്. അതൊരു സങ്കടത്തിൻ്റെ നേർക്കാഴ്ചയാണ്. യേശുപിതാവ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് രക്ഷകന് ജനിക്കാനായിട്ടുള്ള ഒരു ഇടത്തിനു വേണ്ടി ഭവനങ്ങളായ ഭവനങ്ങളും സത്രങ്ങളായ സത്രങ്ങളും കയറി ഇറങ്ങുന്ന സങ്കടത്തിൻ്റെ ഒരു നേർക്കാഴ്ച. ഈ നേർക്കാഴ്ചകളിലേക്ക് നമ്മുടെ ചിന്തകളെ വിടുമ്പോഴാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ട അഭയാർത്ഥി പ്രശ്നങ്ങളുടെ ആ ഒരു സങ്കടങ്ങളിലേക്ക് നമ്മളെത്തുക. അവിടെയാണ് നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞത്, അവർക്ക് ഒരു ഇടം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് ഭവനമില്ലാത്തവരുടെയും വഴിയോരങ്ങളിൽ കഴിയുന്നവരുടെയും ഒക്കെ തിരുവട്ടമാണ്, കൊച്ചുനാളമാണ് എന്ന് പറയുന്നാൽ അത് ഏറെ ദൈവഹിതമായിരിക്കും. അത് അതുകൊണ്ട് നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടം തേടി വരുന്ന അനേകരെ സ്വീകരിക്കുവാൻ ഈ ക്രിസ്മസ് നാൾ നമ്മളെ കരങ്ങൾ നീട്ടി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സങ്കടകരമായ ഈ നേർക്കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. ആരൊക്കെ ഏതൊക്കെ ആവശ്യങ്ങളിൽ നമ്മളുടെ നേരെ സഹായമായിട്ട് കൈനീട്ടി വരുന്നു അവരെയൊക്കെ ഒന്ന് സ്വീകരിക്കാൻ, അവർക്കൊക്കെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്നേഹത്തിലുമൊക്കെ ഒരു ഇടം നൽകി അവരെയും കൂടെ സ്വന്തമായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ അത് വളരെ ഒരു ഭാഗ്യമാണ്. സർവം പരിശുദ്ധനായവൻ എല്ലാവരാലും വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്ര ഹിതകരമല്ലാത്ത രീതിയിലുള്ള ഈ പുൽക്കൂട്ടിൽ ജാതനാകുമ്പോൾ പുൽക്കൂട് നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമതായി പുൽക്കൂട് നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിഞ്ഞ് ആട്ടിടയർ അവർ ഈ സദ്വാർത്തയ്ക്ക് അവരുടെ ജീവിതങ്ങളെ അവർ സമർപ്പിച്ചു. ഈ പുൽക്കൂട്ടിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് സാധിക്കണം. ആട്ടിടയർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആടുകൾക്ക് കാവല് കിടക്കുമ്പോഴാണ് പാവപ്പെട്ട ആ മനുഷ്യരിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വന്നത്. ആ പ്രകാശത്തെ സ്വീകരിക്കുവാനായിട്ട് അവർ റെഡിയായി. അപ്പം നമ്മുടെ കർമ്മമണ്ഡലങ്ങൾ നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് ഈ പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ എളുപ്പത്തിൽ ചെന്ന് എത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊരു പക്ഷേ അടുക്കളയിലെ ഉത്തരവാദിത്തമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്തെ ചെറിയ ഉത്തരവാദിത്തമായിരിക്കാം, അതല്ലെങ്കിൽ പഠന ഉത്തരവാദിത്തങ്ങളായിരിക്കാം, നമ്മളുമായി കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളായിരിക്കാം. എവിടെയായാലും ഉണർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ദൗത്യം കൂടെ പുൽത്തൊഴുത്ത് ഈ പുൽക്കൂട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ബഹളങ്ങളെല്ലാം തീർന്ന് ബെത്ലഹേമിലെ ആ പുൽത്തൂട്ടിൽ യോസേപ്പ് പിതാവും മാതാവും ഉണ്ണിമിശിഹായും തനിച്ചായിരിക്കുന്ന ഒരു അവസ്ഥ. മനുഷ്യൻ്റെ നിഷ്ക്രിയങ്ങളായ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നമ്മൾ ഈ ഒരു ആത്മാവിൻ്റെ സന്തോഷത്തിലേക്കും ഏകാന്തതയിലേക്കും തിരിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ സന്തോഷം അനുഭവിക്കുവാൻ ആ പുൽക്കൂട് യോസേപ്പ് പിതാവിനെയും മാതാവിനെയും ഉണ്ണിമിശിഹായെ സംബന്ധിച്ച് അതൊരു അതൃപ്തിയായിരുന്നില്ല. അവർ ആ ദൈവം കൊടുത്ത ഇടത്തിൽ തൃപ്തരായി എന്നുള്ളതാണ് പുൽക്കൂട് നമുക്ക് തരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് വലിയ മാളികകൾ കെട്ടിപ്പൊക്കാനും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങാത്ത രീതിയിലുള്ള വസതികൾ തീർക്കാനും ഒക്കെയുള്ള നമ്മുടെ തത്രപ്പാടുകൾക്ക് നമുക്കൊരു ഒരു സ്റ്റോപ്പിടാം. എന്നിട്ട് ഈ പുൽക്കൂട് നമുക്ക് തരുന്ന ഈ സന്തോഷം, ആ ഇല്ലായ്മയുടെ ഒരു സംതൃപ്തി നമുക്ക് ഒരു പാഠമായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ ഈ തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളായ്മയിലല്ല സംതൃപ്തി അടങ്ങിയിരിക്കുന്നത്. നല്ല വീടുള്ളത് കൊണ്ട്, നല്ല ജോലിയുള്ളത് കൊണ്ട്, നല്ല ആരോഗ്യമുള്ളത് കൊണ്ട് സംതൃപ്തവാനായിരിക്കണം എന്നുള്ളതിൽ യാതൊരു നിർബന്ധവുമില്ല. ഉള്ളതിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ഒരു സന്ദേശം കൂടെ ഈ ക്രിസ്മസ് നാളിൽ പുൽക്കൂട് നമുക്ക് തരുന്നുണ്ട്. ഇല്ലായ്മകളെ സ്നേഹിക്കാനായിട്ടുള്ള വലിയ സന്ദേശം. വീണ്ടും പുൽക്കൂട് നമുക്ക് തരുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ജ്ഞാനികൾ, പൂജ്യ രാജാക്കന്മാർ നക്ഷത്രം കണ്ട് കർത്താവിൻ്റെ ആ പിറവിയെ തിരിച്ചറിഞ്ഞ് അവർ യാത്രയാവുകയാണ്. അവർ യാത്രയായപ്പോൾ അവരുടെ കയ്യിൽ പൊന്നും മീറയും കുന്തിരിക്കവും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കാഴ്ച വസ്തുക്കളുമായിട്ടാണ് അവർ പുൽക്കൂട്ടിലേക്ക് യാത്രയായത്. ഈ പൂജ്യ രാജാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവും, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും, ദൈവത്തെക്കുറിച്ചുള്ള പഠനവും ഒപ്പം പ്രപഞ്ച നിരീക്ഷണവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവരെ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചപ്പോഴാണല്ലോ നക്ഷത്രം കാണാനായിട്ട് ഇടയായത്. നക്ഷത്രമാണല്ലോ അവരെ പുൽക്കൂട്ടിലേക്ക് നയിച്ചത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ മുഴുവൻ സാധ്യതകളിലും ഉണ്ണിമിശിഹായെ അറിയാനായിട്ട്, പഠിക്കാനായിട്ട്, അനുഭവിക്കാനായിട്ട് ഒരാഗ്രഹം കൂടെ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. ഹൃദയത്തിലെ സംഗ്രഹത്തിൻ്റെ സന്തോഷമാണ് തൻ്റെ പുത്രന് അവൾക്ക് ജന്മം കൊടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പം അനുദിന ജീവിതത്തിൻ്റെ കർമ്മങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളും ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവഹിതമാണ്.
അത് ദൈവനിശ്ചയമാണ് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ, ആ കാത്തു സൂക്ഷിപ്പിൽ വിരിയുന്ന ഒരു തിരിനാളം, ഒരു കൊച്ചു വെട്ടം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ വീശുന്നതാകാനായിട്ട് സഹായിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പങ്കുവച്ച ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. ആ സഹോദരി പറഞ്ഞു, സിസ്റ്റേ, എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഒരു കൊച്ചു അനുഭവം ഉണ്ടായി. എന്താണ് അനുഭവം? സഹോദരി പങ്കുവയ്ക്കുകയാണ്. ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു കൊച്ചു മാലാഹ കടന്നു വരികയും മാലാഹ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അന്ന് കുടുംബത്തിലുണ്ടായ ആ വഴക്ക് മൂലം ഒരുപാട് മാനസികമായ പിരിമുറുക്കത്തിലായിരുന്നു ആ സഹോദരി. അവിടെ ഈ സഹോദരിയെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു കൊച്ചു മാലാഹയെ കർത്താവ് പറഞ്ഞയച്ചു. ആ സഹോദരി ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അനുഭവം തൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് സഹോദരി പറയാണ്, ഇപ്പം എന്ത് ജീവിത ബുദ്ധിമുട്ടുകളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും ഉടനെ ഞാൻ അത് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരും. ആ ഒരു കൊച്ചു പ്രകാശം, ആ ഒരു കൊച്ചുവട്ടം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എനിക്ക് ധൈര്യമാണ്, എനിക്ക് സമാശ്വാസമാണ്, എനിക്ക് ആശ്വാസമാണ് എന്ന്. അപ്പം ഈ പുൽക്കൂട്ടിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഈ ദിവസം ഓടിയെത്തുമ്പം നമുക്ക് ഉണ്ണിമിശിഹായോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നിയോഗങ്ങളുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഉണ്ണിമിശിഹായെ, അങ്ങയുടെ ഒരു കൊച്ചനുഭവം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഈ പുൽക്കൂട് തരുന്ന സന്തോഷം, ഈ പുൽക്കൂട് നമുക്ക് തരുന്ന സമാധാനം, ഈ പുൽക്കൂട് നമുക്ക് തരുന്ന ഹൃദയാനന്ദം, അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം ദൈവികമായതും ശ്രേഷ്ഠമായതും കണ്ടെത്താനായിട്ട് പുൽക്കൂടിൻ്റെ അരികിലേക്ക് നമുക്ക് ഓടിയെത്താം. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് നാളിൽ എനിക്ക് നല്ലൊരു അനുഭവമുണ്ടായി. പുൽത്തൊഴുത്തിനരികെ കാലിക്കൂട്ടിൽ ആ ഉണ്ണീശോയുടെ ജനനം ചിത്രീകരിച്ചിരിക്കുന്ന പുൽക്കൂടിനരികെ കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഉണ്ണിമിശിഹ എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ഈ ദാരിദ്ര്യത്തെ സ്നേഹിക്കാൻ, എൻ്റെ ഈ ഇല്ലായ്മയെ സ്നേഹിക്കാൻ, നിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ വന്ന് പിറന്ന എൻ്റെ മനുഷ്യാവതാരത്തെ നിനക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ, സ്നേഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്ന ഒരു സംസാരം, അല്ലെങ്കിൽ ആ സംസാരം കേൾവിയായിട്ട് കർണപടങ്ങളിലേക്ക് അലയടിച്ചത്. അപ്പോൾ ഈ ക്രിസ്മസ് രാവിൽ നമുക്ക് കർത്താവിൻ്റെ വലിയ സ്നേഹം, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, കർത്താവ് തരുന്ന വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നമ്മളെ ദൂതർ അറിയിച്ചത്. സകല ജനത്തിനും, എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമുക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത കിട്ടാൻ എന്തോരു ആനന്ദമാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ. ഈ കഴിഞ്ഞ ദിവസം NRC കൊളത്തുവയിലെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ ഒരു സഹോദരി ഈ ഡിസംബർ മാസം 2-ാം തീയതി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ, 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇന്ന് ആശുപത്രിയിൽ പോയി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ വലിയ സന്തോഷ വാർത്ത അറിഞ്ഞത്. ഞാൻ ഗർഭിണിയായിരിക്കുന്നു. ഉടനെ തന്നെ അത് വിളിച്ച് സെൻറ്ററിലേക്ക് അറിയിക്കുകയാണ്. എന്തോ ഒരു സന്തോഷമാണ് ആ കുടുംബത്തിന്, ഒരു നല്ല വാർത്ത. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ അവരന് നല്ല വാർത്ത ആയിത്തീരേണ്ടവരാണ്. മറ്റുള്ളവർക്കൊരു മംഗളവാർത്ത എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ വാക്കിലൂടെ, എൻ്റെ നോക്കിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ കൊടുക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ അത് വലിയ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കൊരു മംഗളവാർത്തയായിത്തീരാം, മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്നവരായിത്തീരാം. ഈ ക്രിസ്മസ് നാൾ നമ്മളെ ക്ഷണിക്കുന്നത് നന്മയുടെ പ്രവൃത്തികൾ ചെയ്യാൻ കൂടിയിട്ടാണ്, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരാനും കൂടിയിട്ടാണ് ഈ ക്രിസ്മസ് നാൾ നമ്മളെ മാടി വിളിക്കുക. അപ്പോൾ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൂതനൊരു അറിയിപ്പ് കൊടുക്കുകയാണ്. എവിടെയാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നത്? അറിയിപ്പ് കിട്ടി. എന്തായിരിക്കും അടയാളം? പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് ശിശുവിനെ നിങ്ങൾ കാണും. എവിടെ കാണും? മറിയത്തോടൊപ്പം. അപ്പം ഉണ്ണിമിശിഹായെ ഈ ലോകം ആദ്യമായി കാണുന്നത് അമ്മയായ മറിയത്തോട് ചേർന്നാണ്. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ
പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്നുള്ള ഒരു ആഘോഷം കൂടിയാണ്. യേശുപിതാവിനോട് ചേർന്നുള്ള ഒരു ആഘോഷം കൂടിയാണ്. പിള്ളക്കച്ചകൾ കൊണ്ട് പിൾത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ കാണും. പിന്നെ ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതര് വലിയ വീണമീട്ടി തമ്പുരുമീട്ടി അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം ആലപിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അടയാളത്തിൽ ഞാനും നീയും നമ്മളുടെ ജീവിതം കൊണ്ട് ഭാഗഭാക്കുകളാകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നവർ ആയിത്തീരുകയാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള ഈ സന്തോഷ വാർത്തയിൽ പക്ഷേ ഒരു കുടുംബം മാത്രം ആ ദുഃഖത്തിലായിരുന്നു. അത് ഹേറോദോസിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിന് ഈ ജനനം തൻ്റെ ഉള്ളിൽ ശത്രുതയാണ് വെച്ച് വിതച്ചത് എന്ന് നമ്മൾ കാണുകയാണ്. യേശുവിനെ വധിക്കാൻ ഉടനെ തന്നെ അവിടെ തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം അസമാധാനമുള്ള ഹൃദയങ്ങളും ഉണ്ടായിരുന്നു യേശുവിൻ്റെ ജനനത്തിൽ. ഇന്നും നമുക്ക് കാണാം യേശുവിൻ്റെ പഠനങ്ങൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ശൈലി, ഇതൊക്കെ സ്വീകരിക്കാനും സ്നേഹിക്കാനും പറ്റാത്തവരെയും നമ്മൾ കാണുകയാണ്. ലോകത്തിന് ആവശ്യം രക്ഷകനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ പിതാവിൻ്റെ സമ്മാനമാണ് യേശുക്രിസ്തു. ഇന്ന് ലോകത്തിന് ആവശ്യം പണമല്ല, സമ്പത്തല്ല, സുഖമല്ല, സൗകര്യമല്ല. യേശു അവിടുത്തെ സ്നേഹം ഇല്ലാത്തതാണ് ഇന്ന് കുടുംബങ്ങളുടെ പ്രശ്നം, വ്യക്തികളുടെ പ്രശ്നം. അതുകൊണ്ടാണ് പിതാവായ ദൈവം രക്ഷകനെ, തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും സ്നേഹിച്ചത്. അപ്പം വചനമായവൻ നമ്മളെ വിളിക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് വചനത്തിന് തക്കതായ പ്രവൃത്തികൾ പുറത്തേക്ക് പുറപ്പെടുവിക്കുവാൻ. മദർ തെരേസ വചനത്തെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ വചനം മാംസമായി എന്ന് പറഞ്ഞതുപോലെ അതിലൂടെ അനേകായിരങ്ങളെ ആ ഒരു ജീവിതത്തിലൂടെ രക്ഷയിലേക്കും കൃപയിലേക്കും സൗഖ്യത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും നയിച്ചുവെങ്കിൽ ഈ ക്രിസ്മസ് നാളിൽ നമ്മളിലും വചനം മാംസമായി അവതരിക്കട്ടെ. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, ദൈവകേന്ദ്രീകൃതമായ പ്രവൃത്തികളിലൂടെ രക്ഷകന് ജന്മം കൊടുക്കുവാൻ അവിടുന്ന് നമ്മളെയും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവെ, അങ്ങയുടെ പിറവിയിൽ ആനന്ദിക്കുവാൻ, അങ്ങയുടെ പിറവിയിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാലാഹമാർ ആലപിച്ച ആ സന്മനസ്സ് നമുക്ക് ഈ ദിനം കർത്താവിനോട് പ്രത്യേകം ചോദിച്ചു വാങ്ങാം. ഇതിനൊക്കെ ആ സന്മനസ്സ് വേണ്ടേ? അതൃപ്തികളിൽ തൃപ്തരാകാൻ, അസമാധാനത്തിൽ സമാധാനമുള്ളവരാകാൻ, രോഗങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സന്മനസ്സ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് സഹായം തേടാം. പുൽക്കൊട്ടിൽ വന്ന് പിറന്ന ഉണ്ണിമിശിഹായെ, അങ്ങേ എൻ്റെ നാഥനായി രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. തിരുപ്പിറവിയുടെ മുഴുവൻ പുണ്യങ്ങളും സമാധാനവും രക്ഷയും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ലോകം മുഴുവനും അവിടുന്ന് പ്രദാനം ചെയ്ത് അങ്ങ് തരുന്ന രക്ഷയിലേക്ക് അസമാധാനത്തിൽ കഴിയുന്ന ഞങ്ങളുടെ ലോകത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.